റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിനെതിരായ LDF അവിശ്വാസം ഇന്ന് ചർച്ച ചെയ്യാനിരിക്കെ കോൺഗ്രസ് പാർട്ടി വിപ്പ് ഒപ്പിട്ടു വാങ്ങിയത് 2 കൗൺസിലർമാർ മാത്രം. 4 പേർ വിപ്പ് നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല. നേരിട്ട് കാണാൻ കഴിയാതെ വന്നതോടെ മണ്ഡലം പ്രസിഡന്റ് പാർട്ടി വിപ്പ് വീട്ടിൽ പതിപ്പിച്ച് മടങ്ങി. അവിശ്വാസത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നായിരുന്നു കൗൺസിലർമാർക്ക് DCC പ്രസിഡന്റ് വിപ്പ് നൽകിയത്. 2 അംഗങ്ങളുടെ കൂടി പിന്തുണ ലഭിച്ചാൽ അവിശ്വാസം പാസ്സാകും. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ നില എങ്ങനെയാണ്? വിപ്പ് 4 പേര് വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ അതിൽ 2 പേർ LDFിനോടൊപ്പം അവിശ്വാസ പ്രമേയത്തിൽ ചേർന്നാൽ ഭരണം നഷ്ടമാവില്ലേ? തീർച്ചയായും അരുൺകുമാർ, അത് തന്നെയാണ് കണക്ക്. അതായത് 26 കൗൺസിലർമാരാണ് പല നഗരസഭയിലുള്ളത്. അതിൽ 14 പേരുണ്ടെങ്കിലാണ് ഭൂരിപക്ഷം ആവുക എന്നുള്ളതാണ്. അപ്പോൾ UDFന് 14 ഉണ്ട് എന്നുള്ളതാണ്. LDFന് 12 ആണുള്ളത്. ഈ സ്വന്തം കൂട്ടായ്മയുടെ പിന്തുണയോടെയാണ് UDF 14ലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പുറത്തെ മറുചേരിയിലും 6 കോൺഗ്രസ് കൗൺസിലർമാരുണ്ട്. ഈ 6 കോൺഗ്രസ് കൗൺസിലർമാരിൽ 5 പേരാണ് 6 പേരും ഈ എതിരഭിപ്രായം പറയുകയും പ്രമേയം പാസ്സാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലിപ്പോൾ നിലവിൽ എന്തായാലും ഇപ്പോൾ DCC പ്രസിഡന്റ് 6 പേർക്ക് വിപ്പ് നൽകിയിരിക്കുന്നു. അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്, അതായത് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന് അതിനെ പരാജയപ്പെടുത്തണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കൂറുമാറ്റ നിയമപ്രകാരം പരിധിയിൽ പെടുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിപ്പ് നൽകിയത്. പക്ഷേ ഇതിലേറ്റവും പ്രശ്നം എന്ന് പറയുന്നത് 2 പേർ മാത്രമാണ് നിലവിൽ ഇപ്പോൾ നേരിട്ട് ഒപ്പിട്ടത് കൈപ്പറ്റിയിരിക്കുന്നത്. 4 പേരുടെ വീട്ടിൽ പതിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് നേരിട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ 2 പേർ മാറിക്കഴിഞ്ഞാൽ ഈ കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിലാണെങ്കിൽ പോലും 2 പേർ മാറിയാൽ മതി എന്നുള്ളതാണ്. അതിൽ 2 പേരെന്ന് പറയുമ്പോൾ 2 കോൺഗ്രസ് കൗൺസിലർമാർ വേണമെന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു സ്വതന്ത്ര കൗൺസിലായിട്ടുള്ള മായ രാഹുൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മായ രാഹുലിന് ഈ പറയുന്ന വിപ്പോ അല്ലെങ്കിൽ കൂറുമാറ്റം ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ ഈ മായ ഇപ്പുറത്തേക്ക് വന്നാൽ 13 ആകും. പിന്നീട് കോൺഗ്രസിൽ നിന്നും ഒരാളെ കൂടി ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ 14 പേരാവും. 14 പേര് അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാവുകയും ചെയ്യും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും LDF നിലവിൽ മുന്നോട്ട് പോകുന്നത്. അവിശ്വാസം വരും, അവിശ്വാസം വീഴും, അല്ലെങ്കിൽ ചെയർപേഴ്സൺ വീഴും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. 14 പേരുടെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പിന്തുണ കോൺഗ്രസ് കൗൺസിലർമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടാകും എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയും ഈ LDF ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ. എന്തായാലും രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം ചർച്ച നടക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഈ കോൺഗ്രസ് കൗൺസിലർമാർ കൗൺസിലറിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ 4 പേർ നേരിട്ട് കൈപ്പറ്റാ സ്ഥിതിയിൽ അവരാരെങ്കിലും എത്തുമോ എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 11 മണിവരെ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കോൺഗ്രസ് കൗൺസിലർമാർ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ എതിരായി 2 പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പാലായിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സന്റെ കാലാവധി 6 മാസം മാത്രമായി ചുരുങ്ങിപ്പോകും. ആ ചെയർപേഴ്സൺ അധികാരത്തിൽ നിന്നും താഴേക്ക് വീഴും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പാലായിൽ നടക്കുന്നത്. ഭരണം നഷ്ടമാവാനുള്ള സാധ്യതയാണ്. 2 അംഗങ്ങളുടെ കൂടി പിന്തുണ LDFിന്റെ അവിശ്വാസ പ്രമേയത്തിന് കിട്ടിയാൽ ആ വിശ്വാസം പാസ്സാവും. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.